ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ചപ്പാത്തിക്കുള്ളൊരു സൈഡ് ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ടേസ്റ്റിലുള്ളൊരു പരിപ്പ് കറിയാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. തോരപ്പരിപ്പല്ല എടുത്തിരിക്കുന്നത്, പീസ് പരിപ്പ് എന്ന് പറഞ്ഞിട്ട് കിട്ടുന്ന ചെറിയ ടൈപ്പിലുള്ള പരിപ്പാണ്. തോരപ്പരിപ്പ് ആകുമ്പോൾ ചെറിയൊരു കൊഴുപ്പുണ്ടാവും, ഇത് കറിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കല്ലുപ്പാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 2 തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 1 സവാള, പച്ചമുളക് ഒരു 12 എണ്ണം എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, എല്ലാം നമുക്ക് അരിഞ്ഞത് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എല്ലാം ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വന്നാൽ മതിയാവും. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് സ്റ്റീം എല്ലാം പോയതിന് ശേഷം നമ്മൾ തുറന്ന് നോക്കുക. അപ്പോൾ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഒട്ടും അങ്ങനെ കുഴഞ്ഞു പോയിട്ടില്ല, കറക്റ്റ് പാകത്തിന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഗ്രേവി കറക്റ്റാക്കി എടുക്കാം. ഞാൻ 1/2 കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കുക, ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കറിയിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുകും ജീരകവും നന്നായി പൊട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 2 മിനിറ്റ് അടച്ചു വയ്ക്കുക. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്, ചപ്പാത്തിയുടെ ഒപ്പം അടിപൊളിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.